ഡയറക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വർക്കായിട്ട് തിരക്കായിട്ട് അതിനു വേണ്ടി മാറ്റി വെച്ചായിരുന്നു. പിന്നീട് അങ്ങ് മടിയായി, വെറുതെ ഇരുന്ന് കുറെ നാള് വെറുതെ കിടന്ന് ഉറങ്ങി. നേരപ്പാരാണെന്ന് ഞാൻ ആകെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തു. ഹൈ ബഡീസ്, വെൽക്കം ബാക്ക്. ഹൈ ബഡീസ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാള് ഞാൻ ഗ്യാപ്പ് എടുത്തു. ഐ തിങ്ക് 2 മാസം. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. ആദ്യമൊക്കെ ഗ്യാപ്പ് എടുത്തത് ഒരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു, വേറെ ഒന്നുമല്ല. ഒരു ആഡ് ഫിലിം ഞാൻ ആകെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് മടിയനായിട്ട് നടന്നു. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ റീലും നോക്കിയിരുന്നു കുറെ ആള്. വെറുതെ വെറുതെ ഇരുന്നു. എന്തപ്പോ ചെയ്തെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ആ ലെവലും മടി പിടിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു. അത് പറയണെങ്കിൽ അക്ഷയ് വ്ളോഗർ എന്റെ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്തു. മാത്യു തോമസിന്റെ വീഡിയോയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൽ ഇതിനൊക്കെ പുറത്തേക്ക് ഫിലിമി ഷീക്ക് വന്നിട്ട് എന്റെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ റീലൊക്കെ കണ്ടിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തത് തന്നെ ഇവർക്കൊക്കെ മുൻപ് ഫിലിം റോസ്റ്റിംഗ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഞാൻ പണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റീൽ. അത് കണ്ടിട്ട് അതിന്റെ ഇതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറെ വന്ന ഇതിനെ റിലേറ്റഡ് ആയിട്ട് പുള്ളി എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ആം റെസ്ലിംഗ് വന്ന ഡീഷന്റെ ഇതിൽ ഡിസ്ട്രിക്ട് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ എന്താണ് ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഫീൽഡിലും എക്സ്റ്റേണൽ കുറെ ആയിട്ടുള്ള ഫീൽഡുകളിലും ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ പറ്റി. എസ്പെഷ്യലി ആഡ് ഫിലിം മേക്കിങ്ങിന്റെ ആ ഒരു ഇതിലൊക്കെ ലൈക്ക് ഹോട്ട് ബ്ലഡിന്റെ ആ ഒരു ബ്രാൻഡിനൊക്കെ വേണ്ടിയിട്ട്, ജിം ബ്രാൻഡിന് വേണ്ടി ചെയ്യാൻ പറ്റിയത് അവരുടെ ടീഷർട്സിന്റെ ഒക്കെ ഇതായിട്ടൊരു ആഡ് ഫിലിം ചെയ്തതാണ്. നീ എന്തോ ജിമ്മിനാണല്ലോടാ, നിനക്ക് വീട്ടാപ്പിലോ ചിന്തണ്ടോ? ജിമ്മൊക്കെ ആവാം, ഒരു പരിധിയുണ്ട്. മടി പിടിച്ചിരുന്ന ഇന്ന് കണ്ടന്റ് ഇടണം, നാളേക്കിടാ, അല്ലെങ്കിൽ പിന്നെ ഇടാ, അതൊക്കെ വന്നിട്ട് വെറുതെ മടി പിടിച്ചിരുന്ന് കുറെ ടൈം എന്റെ കളഞ്ഞു. എന്താ പറയാ, കുറെ എനർജി കളഞ്ഞു. പിന്നെ എനിക്കറിയോ ഈ ഒരു ചുവന്ന ഷർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് ഐ തിങ്ക് ഇത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കും. ഇതൊക്കെ പറയുമ്പോഴുള്ള കറക്റ്റ് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് പാസംബോസ് ആൻഡ് റാൻഡം ആയിട്ട് ഇട്ടാ. പക്ഷെ ഇത് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് കണ്ടാ അറിയാം. ഫസ്റ്റ് വീഡിയോ ഇതിട്ടപ്പോ ഉണ്ടായിരുന്ന എന്റെ ഡ്രസ്സാണ്. അന്ന് നിന്ന് ഇന്നത്തേക്ക് വരുമ്പോ ഒരു 4 കൊല്ലത്തെ ജേർണിയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നെ വന്നു എന്നുള്ളത് ഞാൻ പറയുമ്പോൾ സോ ഹാപ്പി. അറ്റ് ദ സെയിം ടൈം എന്താ പറയാ, വെറുതെ മടി പിടിച്ച് കൊടുത്തിരുന്നു. എന്താല്ലേ അന്നത്തെ എനിക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടും, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ. ഇപ്പൊ ഒരു റീലിടാൻ വരെ മടി പിടിച്ച് വെറുതെ ഇരിക്കുന്നു. അതൊക്കെയാണ് അവസ്ഥ. പിന്നെ എന്ന് പറഞ്ഞാൽ ട്രെൻഡുകൾ മാറിയത് എന്ന് പറഞ്ഞാൽ മണവാളിന്റെ ട്രെൻഡ് ടു ഇപ്പൊ ബബ്ബയുടെ ട്രെൻഡ് വരെ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആൾക്കാർ പലതും പറയുന്നുണ്ട്. ഇപ്പൊ ബബ്ബയുടെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇവനൊക്കെ എന്താ ഈ ഫാനല്ലേ, ഇവനൊന്നും ലോ ക്ലാസ് അല്ലേ, ആരും ഇന്ത്യയിലേക്ക് കുറെ പേര് കുറ്റം പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താ പറയാ, അസൻമേന നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഫെമിനിസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് അല്ലേ, അങ്ങനെ ലൈക്ക് ഒരു ഫിലിം ഇഷ്ടാവാതിരിക്കൊക്കെ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്.